അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയിന് അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവളുടെ മക്കളെ നല്ല രീതിക്ക് തന്നെ പഠിപ്പിച്ച് കോളേജിലൊക്കെ അയച്ചതിന് ശേഷം എൻ്റെ മക്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു കല്യാണം കഴിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ടുള്ള അവളുടെ മൂത്ത മോനും അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളെ എങ്ങനെ കാണാൻ വേണ്ടി പറ്റൂ, അമ്മയെക്കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഇവള് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പൊട്ടെടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നിങ്ങൾ തന്നെ നോക്കുന്ന പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ആ കണ്ണാടി തൂക്കിയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും. അങ്ങനെ ഇവള് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഇവനും പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്കും പോയിട്ടുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ അമ്മയും അവനെ ഡെയിലി വിളിക്കും, പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യത്തേ ഉണ്ടാവില്ല. അങ്ങനെ ഇവൻ്റെ അമ്മയും അവന് കാശ് അയക്കുമ്പോൾ അതിലുള്ള ഒരു നോട്ടിൽ ഞാൻ കല്യാണമൊന്നും കഴിക്കത്തില്ല, നീ മര്യാദയ്ക്ക് നിൻ്റെ പഠിപ്പ് നോക്കുന്നു പറഞ്ഞിട്ട് അതിലൊരു പൊട്ടും വെച്ചിട്ട് അയക്കുകയാണ്. അങ്ങനെ ഇവനും അമ്മയ്ക്ക് അങ്ങനെയൊന്നും ആഗ്രഹം ഉണ്ടാവില്ല, അറിയാതെ പറഞ്ഞായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇവനും പഠിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവരുടെ മൂത്ത മോനും ഇപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനും ഒരുപാട് നാളുകൾക്ക് ശേഷം ഫോണിൽ വിളിച്ചിട്ട് അമ്മേ നിങ്ങൾക്ക് എന്തുകൊണ്ട് വീണ്ടും ഒരു കല്യാണം കഴിച്ചുകൂടാന്ന് പറയാണ്. അങ്ങനെ അവളും ദേഷ്യം പിടിച്ച് കോള് കെട്ടുകയാണ്. അങ്ങനെ ഇവനും അവിടേക്ക് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ്റെ അമ്മയും പറയാണ്, 42 വയസ്സുള്ള ഞാനൊക്കെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കെട്ടാൻ വേണ്ടി വരുന്ന പെണ്ണ് എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്നൊക്കെ പറയാണ്. പക്ഷെ അവൻ വിടാതെ അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അമ്മയും പറയാണ്, നിങ്ങളെ കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിനും അവരുടെ വീട്ടുകാർക്കും കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇനി സമ്മതിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഇവനും ഒരു പെണ്ണ് കാണലിൽ പോവാണ്. നോക്കുമ്പോൾ ആ പെണ്ണ് ഒരു യൂട്യൂബറാണ്. അങ്ങനെ അവളും എന്തിനാണ് നിൻ്റെ അമ്മയ്ക്ക് ഈ വയസ്സിൽ കല്യാണം ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഒരു നാൾ ഹോസ്റ്റലിലേക്ക് ഇവൻ്റെ അമ്മ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവൻ്റെ അമ്മയാണെങ്കിൽ ചെയ്ത ജോലി തന്നെ വീണ്ടും ചെയ്തുകൊണ്ട് കൂട്ടിലടഞ്ഞിടക്കുന്ന ഒരു എലീനെ പോലെ ആരും സംസാരിക്കാനൊന്നുമില്ലാതെ ചെയ്ത ജോലികൾ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൻ തന്നെ മനസ്സിലാവുന്നത് അവൻ്റെ അമ്മയ്ക്ക് ഒരു ലൈഫുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും അത് ജീവിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ഇവൻ്റെ ഈ ഇൻറ്റൻഷനും ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ പെണ്ണിനും ഇവനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇവൻ്റെ അമ്മേനെ വിളിച്ചിട്ട് സമ്മതമാണെന്ന് പറയാണ്. അങ്ങനെ അവനും വിളിച്ചിട്ട് ഇനി നിങ്ങൾ സമ്മതിക്കുന്നു പറയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ അമ്മ രണ്ടാമത്തെ മകൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഓൾറെഡി ഒരു ലവിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടിലിറങ്ങിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് മൂത്ത ചേട്ടനുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. പക്ഷേ ചേട്ടൻ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ അനിയൻ്റെ മനസ്സ് മാറിയിട്ട് ചേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് ആ അനിയൻ്റെ ലവ് ബ്രേക്കപ്പ് തന്നെ ആവാണ്. പക്ഷെ എന്നാലും അമ്മ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നുള്ള കാര്യത്തിൽ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരും വിടാതെ പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് രാത്രി ആരോടും പറയാതെ ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ഒരു പന്നി ഓടിച്ചിട്ട് ഇവള് ഒരു കിണറ്റിൽ വീഴുന്നത്. ഇതിൻ്റെ ഫൈനൽ പാർട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് ഫൈനൽ പാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക.